ഉത്തമഗീതം അധ്യായം 3. രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നത് വരെ അവനെ വിട്ടില്ല. യെരൂശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയുമരുത്. മൂറും കുന്തിരിക്കവും കൊണ്ടും കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവനാർ. ശലോമോൻ്റെ പല്ലക്ക് തന്നെ. ഇസ്രയേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിൻ്റെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിൻ്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളി കൊണ്ടും ചാര് പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. അതിൻ്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്രഖചിതമായിരിക്കുന്നു. സിയോൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമോൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടു കൂടെ കാൺപിൻ. അധ്യായം 4. എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. നിൻ്റെ മൂടുപടത്തിൻ നടുവേ നിൻ്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു. നിൻ്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നിൻ്റെ പല്ല് രോമം കത്രിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിൻ്റെ അധരം കടുംചുവപ്പ് നൂൽ പോലെയും നിൻ്റെ വായ് മനോഹരവുമാകുന്നു. നിൻ്റെ ജന്നികൾ നിൻ്റെ മൂടുപടത്തിനുള്ളിൽ മാതളപ്പഴത്തിൻ ഖണ്ഡം പോലെ ഇരിക്കുന്നു. നിൻ്റെ കഴുത്ത് ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോടൊക്കും. അതിൽ 1000 പരിച തൂക്കിയിരിക്കുന്നു. അവയൊക്കെയും വീരന്മാരുടെ പരിച തന്നെ. നിൻ്റെ സ്തനം രണ്ടും താമരയ്ക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. വെയിലാറി നിഴൽ കാണാതെയാകുവോളം ഞാൻ മൂറൻ മലയിലും കുന്തിരിക്കക്കുന്നിലും ചെന്നിരിക്കാം. എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരൂനവുമില്ല. കാന്തേ, ലെബാനോനെ വിട്ട് എന്നോടുകൂടെ, ലെബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക. അമാനാമുകളും ശനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരുക. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നിൻ്റെ പ്രേമം എത്ര മനോഹരം! വീഞ്ഞിനേക്കാൾ നിൻ്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിൻ്റെ തൈലത്തിൻ്റെ പരിമളവും എത്ര രസകരം! അല്ലയോ കാന്തേ, നിൻ്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു. നിൻ്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട്. നിൻ്റെ വസ്ത്രത്തിൻ്റെ വാസന ലെബാനോൻ്റെ വാസന പോലെ ഇരിക്കുന്നു. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. നിൻ്റെ ചിനപ്പുകൾ വിശിഷ്ട ഫലങ്ങളോട് കൂടിയ മാതളത്തോട്ടം, മൈലാഞ്ചിയോട് കൂടെ ജടമാംസിയും കുങ്കുമവും വയമ്പും ലവംഗവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും മൂറും അകലും സകല പ്രധാന സുഗന്ധവർഗവും തന്നെ. നീ തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലെബാനോനിൽ നിന്നൊഴുകുന്ന ഒഴുക്കുകളും തന്നെ. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക. എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. അധ്യായം 5. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി ഞാൻ എൻ്റെ തേൻകട്ട തേനോട് കൂടെ തിന്നും. എൻ്റെ വീഞ്ഞ്
പാലോടുകൂടെ കുടിച്ചുമിരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവിൻ, പ്രിയരെ കുടിച്ചു മത്തരാകുവിൻ. ഞാൻ ഉറങ്ങുന്നു, എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു. എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നതെങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നതെങ്ങനെ? എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എൻ്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും, എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപിടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എൻ്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവൻ്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തുമിരിക്കുന്നു. അവൻ്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവൻ്റെ കവിൾ സുഗന്ധസസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. അവൻ്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു, അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. അവൻ്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. അവൻ്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തൂൺ. അവൻ്റെ രൂപം ലെബാനോൻ പോലെ, ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവൻ്റെ വായ് ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എൻ്റെ പ്രിയൻ, ഇവനത്രേ എൻ്റെ സ്നേഹിതൻ.